നമുക്കിന്നൊരു ലഞ്ച് ബോക്സ് റെഡിയാക്കാം. വേറെ ആർക്കും വേണ്ടിയല്ല, എനിക്ക് വേണ്ടി തന്നെയാണ്. കാരണം രാവിലെ മുതൽ നല്ല മഴയുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ നമ്മൾ സ്കൂളിൽ ചോറ് കൊണ്ടുപോകുമ്പോഴത്തേക്കും പല പല വീട്ടിലെ കറികളൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞാനും പൊന്നും അമ്മവും കൂടെ ഉള്ള ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ഞാൻ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞേ നമുക്കിങ്ങനെ ലഞ്ച് ബോക്സ് റെഡിയാക്കി നമുക്ക് ആരെങ്കിലും വീട്ടിൽ പോയിരുന്ന് കഴിക്കാം. അങ്ങനെ പൊന്നുവിൻ്റെ വീട്ടിലോട്ട് വരാൻ പറഞ്ഞു. അവിടെ ആകുമ്പോൾ കുറച്ച് സ്പേസ് ഉണ്ടെങ്കിൽ മേലിൽ കയറിയാണെങ്കിൽ ഇരുന്ന് കഴിക്കാം. അങ്ങനെ ഒരു മണിയായപ്പോൾ പ്ലാൻ ചെയ്ത് 2 മണിയായപ്പോഴത്തേക്കും ഞങ്ങളെല്ലാം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മൂൻ്റെ വീട്ടിലും ചോറും കറികളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പുറത്ത് നല്ല മഴയായതുകൊണ്ട് ഞാൻ ഇച്ചിരി റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങുന്നത്. കാരണം അപ്പുറത്തോട്ട് പോയാൽ മതി. അങ്ങനെ ഞാൻ പൊന്നിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അമ്മവും വന്നിട്ടുണ്ടായിരുന്നു. അമ്മ കൊണ്ടുവന്ന ഫുഡെല്ലാം എടുത്ത് ഞങ്ങൾ എല്ലാവരുടെയും ഫുഡ് ഇങ്ങനെ തുറന്ന് വെക്കുമായിരുന്നു. ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് തക്കാളി മെഴുക്ക് വരട്ടിയത്, മീൻ പൊരിച്ചത്, മീൻ കറിയും അച്ചാറുമായിരുന്നു. അമ്മ കൊണ്ടുവന്നത് പയർ ഇങ്ങനെ ഉള്ളിമുളക് ഇടിച്ചതും അച്ചാറും മീൻ കറിയും മീൻ പൊരിച്ചതും ഒക്കെ ആയിരുന്നു. അങ്ങനെ സ്കൂളിൽ ചെയ്യുന്നത് പോലെ തന്നെ ഡെപ്പാട് അടപ്പിൽ കറികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പൊന്നും അവിടെ എന്തോ മത്തലു ബാങ്ങൻ എന്ത് സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നാളെ ഫുഡിൻ്റെ കൂടെ അത് എവിടെ എത്തത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത് കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കൈയിട്ട് വാരി കഴിച്ച് കുറേ നേരം സംസാരിച്ചിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പുറത്തോട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിള്ളേരാരെയും കൊണ്ടുപോയില്ല, ഞാനും അമ്മവും പൊന്നും മാത്രം. ഇച്ചുവിനെ മുന്നേ നോക്കോളാന്ന് പറഞ്ഞ് ഹെനാനെ മച്ചായി നോക്കോളാന്ന് പറഞ്ഞു. ഇവാനെ ഷെബിക്ക് അടുത്ത് ആക്കിയിട്ടായിരുന്നു ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ആലപ്പുഴയിൽ ഈ അണ്ണാച്ചിമാരുടെ കടയുണ്ട്. അവിടുത്തെ ബജ്ജി എന്നൊന്നും പറയാൻ പറ്റില്ല, അവിടുത്തെ ചട്നിയാണ് അടിപൊളി. അടുത്ത മെയിൻ സാധനം ചിക്കൻ ഫ്രൈയും കാട ഫ്രൈയും ആണ്. ഞങ്ങൾ മറ്റേ കാടമുട്ട ഫ്രൈ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇനി സാധനങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ നമുക്ക് കിട്ടത്തില്ല, കുറേ നേരം നിൽക്കണം. പിന്നെ എനിക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു, അതിന് ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി